വണ്ടി പാർക്ക് ചെയ്യാം. ഇതാണ് പള്ളി, സെൻറ്റ് തെരേസസ് മൊണാസ്ട്രി നിൽക്കുന്നത്. തന്നെ എടുത്തു. നമുക്ക് നാടൻ മുട്ടയാന്ന്. അതെ, നമുക്ക് നാടൻ മുട്ടയാന്ന്. ഇപ്പം നമ്മൾ മെയിൻ വീഡിയോ ഇട്ട് കുറച്ചായല്ലേ. ഷോർട്ട് വീഡിയോസ് കാണുന്നവർക്കറിയാം, ഷോർട്സിൽ ഞാൻ അത്യാവശ്യം വീഡിയോസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട് കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു മെയിൻ വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. മെയിൻ വീഡിയോ പ്ലസ് ഷോർട്ട് വീഡിയോ അങ്ങനെ. ഇന്ന് പള്ളിയിൽ പോകണം. കുറേ നാളായി കാല് വയ്യാതായത്, പിന്നെ പള്ളിയിലേക്ക് പോയിട്ടേ ഇല്ല. കുർബാനയ്ക്കൊന്നും അങ്ങനെ കാല് താത്തിട്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൊച്ചിയിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴികെ കുമ്പസാരം നടക്കുന്നൊരു പള്ളിയുണ്ട്. പള്ളി അല്ല, അതൊരു ആശ്രമം പോലെയാണ്. സെൻറ്റ് തെരേസ മൊണാസ്ട്രി എന്ന് പറയും. ഞാൻ പലപ്പോഴും പോയിട്ടുള്ളൊരു പള്ളിയാണ്, നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ കുമ്പസരിച്ചിട്ടും കുറേ നാളായി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളെ കൂടെ അത് കാണിക്കാമെന്ന് വിചാരിച്ചു. വണ്ടി പോരും. ഓക്കെ, ഊബറിലാണ് പോണേ. സാധാരണ നമ്മുടെ വണ്ടിയിൽ ആരെങ്കിലും വിളിച്ച് പോവും. ഇനിയിപ്പോൾ ഊബറിലാണ് പോണേ. അമ്മയ്ക്ക് പനിയാണ്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകും, ചിലപ്പോൾ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ പിന്നെ ഊബറിലാണ് പോണേ. പിന്നെ ഊബറിൽ പോകുമെന്ന് വിചാരിച്ചു. നമ്മുടെ വണ്ടി ഇതാ വരുന്നുണ്ട്. ഹലോ, 2692. ഓക്കെ അല്ലേ? അവിടെ വണ്ടി ഇല്ലാന്ന് തോന്നുന്നു, പോയി നോക്കുമോ? പറ്റേണ്ടതാണല്ലോ. അവിടെയൊക്കെ വണ്ടി ഇടാറുള്ള അവസരം വണ്ടി ഉണ്ടോ? പറ്റില്ലേ ചേട്ടാ? പറ്റില്ലേ? ചേട്ടൻ്റെ പേരെന്താ? ദുൽഖർ. ആഹാ, നല്ല പേരാണല്ലോ. എവിടെ വീടൊക്കെ? ഓ, ചളിക്കോട്ടത്തെ നമ്മുടെ അയൽവക്കായിരുന്നല്ലേ? ആ, ഏത് മുസ്ലിം പള്ളി? ആ, ഓ, ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളിവിടെ പള്ളി എത്തി. ഞാൻ ഇതിന് മുൻപ് ഇവിടെ വന്ന് ഇറങ്ങുന്നത് നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആ പള്ളിയുടെ പുറമേ നിന്നുള്ളൊരു വിഷ്വൽ ഇതുവരെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, ഇതാണ് പള്ളിയുടെ ഒരു എൻട്രൻസ്. ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണാം, അവിടെ പാർക്കിംഗ് ഉണ്ട്. അവിടെ വേണേൽ വണ്ടി പാർക്ക് ചെയ്യാം. ഇതാണ് പള്ളി, സെൻറ്റ് തെരേസസ് മൊണാസ്ട്രി എന്ന്. ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്, ഇത് ഇവിടെ വന്നിട്ടുണ്ട് ഇതിന് മുമ്പ്. എൻ്റെ വീഡിയോ, ലോങ് വീഡിയോസൊക്കെ സ്ഥിരം ഫോളോ ചെയ്യുന്നവർക്കറിയാം, നിങ്ങൾ ആദ്യമായിട്ട് ഇത് കാണുന്നതെങ്കിൽ. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ കുറച്ച് മുമ്പോട്ട് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേറൊരു എൻട്രി ഉണ്ട്. ഈ ഒരു കാറ് കയറി പോകുന്ന ഈ ഒരു എൻട്രൻസ്. ആ എൻട്രൻസ് വഴി നേരെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടേക്കാണ് കുമ്പസാരത്തിൻ്റെ വകയായിട്ട് നമ്മൾ പോകേണ്ടത്. കുമ്പസാരം പ്ലസ് ചാപ്പൽ ഒക്കെ ഈ ഒരു സൈഡിലാണ്. അത് പള്ളിയുടെ ഒരു അവിടെ നമ്മൾ വന്നാലും ഇങ്ങോട്ടേക്ക് നമുക്ക് കടക്കാൻ പറ്റും. ഞാൻ പിന്നെ ഈസി ആയിട്ടൊരു വഴി കാണിച്ചു തന്നതാണ്. ഓക്കെ, അപ്പോൾ കണ്ടോ, നമ്മൾ അപ്പുറത്തെ എൻട്രൻസ് വഴി കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കടക്കാൻ പറ്റും. ഇത്രയും ഇവിടെ പാർക്കിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കാലിന് ബ്രേസ് ഇട്ടിട്ടുണ്ട്, അതിട്ടിട്ടാണ് നടക്കണേ. എനിവേ, അപ്പോൾ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒരു ഓഫീസുണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെഞ്ചരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത അച്ഛന്മാർ വെഞ്ചരിച്ച് തരും. ഇത് ചാപ്പലാണ്, ഇവിടെയാണ് പള്ളി. ഈ പള്ളീൻ്റെ അടുത്താണ് കുമ്പസാരം നടക്കുന്നത്. അതുപോലെ പല സ്ഥലങ്ങളായിട്ട് അച്ഛന്മാർ കുമ്പസരിക്കാൻ ഇരിപ്പുണ്ട്. നമുക്കവിടെ പോയിട്ട് കുമ്പസരിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇതൊക്കെ കുമ്പസരിക്കാനുള്ള ക്യൂ ആണ്.
ഇതുണ്ടോ ഇതേപോലെ ബോക്സസ് ആണ്. ഈ ബോക്സിനകത്ത് അച്ഛനിരിപ്പുണ്ടാവും. കുമ്പസരിക്കാനും നമുക്ക് ഓപ്ഷനുണ്ട്. ഇതുപോലെ 1 2 ചിലപ്പോൾ അതിൽ കൂടുതലും അച്ഛന്മാരുണ്ടാവും കുമ്പസരിപ്പിക്കാൻ. അങ്ങനെ കുമ്പസാരം കഴിഞ്ഞ് ഇറങ്ങി. നമ്മൾ കുമ്പസരിക്കാൻ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ആ കണ്ട ബോക്സിന് അപ്പുറത്തും ഇപ്പുറത്തും വാതിലുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ സൈഡിലാണെങ്കിൽ അപ്പുറ സൈഡിൽ നിന്ന് ആൾക്കാർ വരും. അത് നോക്കിയിട്ട് വേണം കയറാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ അബദ്ധം പറ്റും. ഓക്കെ, ഇതാണ് നിത്യാരാധന ചാപ്പൽ. നമ്മൾ നേരത്തെ വന്നപ്പോൾ കണ്ടില്ലേ. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കയറി പ്രാർത്ഥിക്കാം. കുമ്പസാരത്തിനുള്ള സമയം ഞാൻ പറയാൻ മറന്നുപോയി. രാവിലെ 9 തൊട്ട് ഉച്ചയ്ക്ക് 12 വരെയും ഉച്ചയ്ക്ക് ഒരു 3 മണി തൊട്ട് 6 മണി വരെയാണ് ഇവിടെ കുമ്പസരിക്കാനുള്ള സമയം കേട്ടോ. ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും ഇവിടെ കുമ്പസാരമുണ്ട്. ഇപ്പോൾ കൊച്ചിയിലുള്ളവരാണ് കുമ്പസരിക്കണം എന്നുണ്ടെങ്കിൽ സെൻറ്റ് തെരേസാസ് മൊണാസ്ട്രി എന്ന് പറയുന്ന ഇവിടെ വന്നാൽ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ട്. ഈ സമയത്തിൽ വരണമെന്നേ ഉള്ളൂ. ഓക്കെ, 10 നാടൻ മുട്ട മനുഷ്യൻ തോന്നലാണ്. 10 നാടൻ മുട്ടയും കൊണ്ട് എല്ലാം പറഞ്ഞു. അത് മേടിച്ചുകൊണ്ട് ചെല്ലാം. നാടൻ മുട്ടയല്ലേ? നാടൻ മുട്ട വേറെ ആൾ കൊടുക്കണ്ട. എന്തോ നീ വേറെ ആൾ കൊടുക്കല്ല. ആ ശരി അങ്ങനെ കിട്ടിയല്ല. എന്തായാലും പൊത്തന്നെ എടുത്തു. നമുക്ക് നാടൻ മുട്ടയാണ്. അല്ല, നമുക്ക് നാടൻ മുട്ടയാണ്. അത് മതി പൈസ കൊടുത്തോട്ടെ. പത്തണല്ലേ? ലോങ്ങാ കന്നഡ. ആ ലോങ്ങ നല്ല കടമുണ്ടല്ലേ? ആ, നല്ല ഹരമുണ്ട്. താങ്ക് യു. സോറി, എടുത്തു തരാൻ ഇച്ചിരി ലേറ്റായി പോയി. അപ്പോഴേ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത്രയും നാൾ ലോങ് വീഡിയോസിൽ ഞാൻ വന്നിട്ടേ ഇല്ല. പിന്നെ ഇപ്പോഴാണല്ലോ കുറേ നാളിന് ശേഷം ലോങ് വീഡിയോയിൽ വരുന്നത്. കാരണം ഈ കാലിന് വയ്യാത്തതുകൊണ്ട് കൂടുതലും വീട്ടിൽ തന്നെ ആയിരിക്കും. നമ്മൾ അങ്ങനെ ഇങ്ങനെ പുറത്തേക്കൊന്നും പോകുന്നേ ഇല്ലല്ലോ. പിന്നെ അപൂർവമായിട്ടാണ് പുറത്ത് പോകുന്നത്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് പോയത് ഹിഡൻ വോയിസസ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ്റെ കൂടെ രണ്ട് സ്ഥലത്ത് പുറത്ത് പോയി. അത് ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്. മെയിൻ വീഡിയോ ഷൂട്ട് ചെയ്തില്ല. ഒന്ന് ലുലു മോൾ ഇൻ്റർവ്യൂവിനും പോയി, പിന്നെ അവരുടെ കൂടെ കറങ്ങാനും പോയി. പിന്നെ അവരോട് വന്നൊരു അവരുടെ കൂടെ എടുത്ത കുറച്ച് വീഡിയോസ് ഇനി വരും, ചാനലുകളിൽ വരും. അപ്പോൾ ഞാനത് ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബ് ഷോർട്സിലോ ഒക്കെ ആയിട്ട് പറയാം. ഇൻസ്റ്റാഗ്രാമിലാണത് വരുന്നത്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നിങ്ങളത് അവിടെ പോയി കാണണം. അവിടെ ലിങ്ക് ഷെയർ ചെയ്യാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു വീഡിയോയുടെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. പിന്നെ കാലിൻ്റെ ഒരു പ്രോഗ്രസ് വെച്ച് കഴിഞ്ഞാൽ കാല് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് മെല്ലെ ഹീലായിട്ട് വരുന്നു. ഇപ്പോൾ ആയുർവേദപരമായിട്ടുള്ള കെട്ടൊക്കെ നിർത്തി ഞാനിങ്ങനെ മെല്ലെ നടന്നു തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ചാപ്പലിൽ പോയതും. ഓക്കെ, അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് കുറേ കൂടെ നല്ല നല്ല വീഡിയോസ് കാണാം എന്ന് വിചാരിക്കുന്നു. സോ തൽക്കാലം ഇപ്പോൾ ടാറ്റാ.